ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയെക്കുറിച്ച് നിരൂപണം ചെയ്ത ഈ പാഠഭാഗം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്തേക്കാം, അങ്ങ് പഠിച്ചെടുത്തേക്കാം. കൂടെ നിന്നേക്കാം. കളവ് പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും യൂണിറ്റ് 2 ചാപ്റ്റർ 3. വിജയകൃഷ്ണൻ മലയാള ചലച്ചിത്ര സംവിധായകനും നിരൂപകനും കഥാകൃത്തും. 1952 നവംബർ 5 തിരുവനന്തപുരത്ത് ജനനം. ഇതൊന്നും എന്ത് ചെയ്യുക, നിങ്ങൾ വായിച്ചു നോക്കുക. പാഠസംഗ്രഹത്തിലേക്ക് വരാം. ബൈസിക്കിൾ തീവ്സ് എന്ന പ്രഖ്യാത ചലച്ചിത്രത്തെ വിശകലനം ചെയ്ത് സിനിമ എന്ന കലാരൂപത്തിൽ നിയോ റിയലിസത്തിൻ്റെ സ്വാധീനം വെളിവാക്കുകയാണ് ഈ ലേഖനത്തിലൂടെ ചലച്ചിത്ര നിരൂപകനായ വിജയകൃഷ്ണൻ. നമ്മുടെ വിഷയമല്ല. രണ്ടാം ലോക മഹായുദ്ധം തകർത്തു കളഞ്ഞ ഇറ്റലിയുടെ സാമൂഹിക അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ചലച്ചിത്രമാണ് വിറ്റോറിയോ ഡിസീക്ക സംവിധാനം ചെയ്ത ബൈസിക്കിൾ തീവ്സ്. ഓർത്തു വെച്ചോളുക, രണ്ടാം ലോക മഹായുദ്ധം തകർത്തു കളഞ്ഞ ഇറ്റലിയുടെ സാമൂഹിക അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ചലച്ചിത്രമാണ് വിറ്റോറിയോ ഡിസീക്ക സംവിധാനം ചെയ്ത ബൈസിക്കിൾ തീവ്സ്. ജീവിതത്തോട് സത്യസന്ധത പുലർത്തുന്ന ചലച്ചിത്ര രീതിയാണ് സംവിധായകൻ പിന്തുടരുന്നത്. ഭാവനയുടെ മിഥ്യകൾക്കപ്പുറം വാസ്തവികതയുടെ ദുരന്തവും പ്രേക്ഷകർ ഏറ്റുവാങ്ങുമെന്ന് ഈ സിനിമ തെളിയിക്കുന്നു. നിയോ റിയലിസത്തിൻ്റെ പാതയിലുള്ള ചിത്രീകരണ രീതി ചരിത്രത്തിൻ്റെ നവോത്ഥാനത്തെ അടയാളപ്പെടുത്തുന്നു. മുസോളിനിയുടെ ഇറ്റലി സ്തുതിപാഠകരായ ചലച്ചിത്ര പ്രവർത്തകർക്ക് മാത്രം സ്ഥാനമുള്ളതായിരുന്നു. ഭരണകൂടത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് നുണകൾ പടച്ചു വിടുന്നവർക്കേ അവിടെ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. പതുക്കെ അതിനെ മറികടന്ന് അർപ്പണബോധമുള്ള ഒരു കൂട്ടം കലാകാരന്മാർ നിയോ റിയലിസത്തിൻ്റെ സങ്കേതം ഉപയോഗിച്ച് സിനിമ എടുക്കാൻ തുടങ്ങി. ഭാവനയാലുള്ള അയഥാർത്ഥതയല്ല, ജീവിതത്തിലുള്ള സത്യസന്ധതയാണ് ഈ കലാകാരന്മാരെ പ്രചോദിപ്പിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരാളാണ് വിറ്റോറിയോ ഡിസീക്ക. നോക്കുക, 1942 റോസ് സ്കാർലറ്റ് എന്ന ചിത്രവുമായി സംവിധാന രംഗത്ത് കടന്നു വന്ന ഡിസീക്കയുടെ ജീവിതബോധം പ്രകടിപ്പിക്കുന്ന സിനിമയാണ് ബൈസിക്കിൾ തീവ്സ്. അഭിനയമെന്ന് വിളിക്കാൻ തോന്നാത്ത യഥാർത്ഥ അഭിനയം, കൃത്രിമത്വമില്ലാത്ത ഭാവ ചിത്രീകരണം, നൊമ്പരങ്ങൾക്കിടയിലും കടന്നു വരുന്ന നർമ്മബോധം, സ്റ്റുഡിയോക്കകത്ത് സെറ്റിട്ട് ചിത്രീകരിക്കുന്നതിന് പകരം തുറന്ന തെരുവിലെ ചിത്രീകരണം, ദരിദ്രമായ ജീവിതത്തിലെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുടെ അവതരണം എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞതാണ് ബൈസിക്കിൾ തീവ്സ്. ജീവിതത്തിൻ്റെ ദുരന്താവസ്ഥ പോലെ തന്നെ പ്രത്യാശയും ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നു. ലോകയുദ്ധം തകർത്ത ഇറ്റലിയിലെ ദരിദ്രനായ അന്റോണിയോ റിച്ചി, നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? അന്റോണിയോ റിച്ചി എന്നാണ്. അന്റോണിയോ റിച്ചിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൗർഭാഗ്യമാണ് ഈ ചലച്ചിത്രത്തിൻ്റെ പ്രമേയം. സെറ്റാണല്ലോ. അനേകം നാളത്തെ കാത്തിരിപ്പിന് ശേഷം റിച്ചിക്ക് ഒരു ജോലി ലഭിക്കുന്നു. നമ്മൾ സിനിമയിൽ കണ്ടു. ആ ജോലിക്കാവട്ടെ ഒരു സൈക്കിൾ അത്യാവശ്യമാണ്. അവർക്കുണ്ടായിരുന്ന സൈക്കിള് പണയത്തിലുമാണ്. ഭാര്യയുടെ സന്ദർഭോചിതമായ ഇടപെടൽ പുതപ്പ് വിറ്റ് പണയം വെച്ച സൈക്കിള് തിരിച്ചെടുക്കാൻ ധൈര്യം നൽകുന്നു. ജോലിയുടെ 1-ാം ദിവസം തന്നെ ആ സൈക്കിൾ മോഷണം പോകുന്നു. അപ്രതീക്ഷിതമായ ഈ ദുരന്തത്തിൽ തകർന്നു പോകുന്ന റിച്ചി മകനും ഒന്നിച്ച് തൻ്റെ സൈക്കിൾ തിരഞ്ഞു നടക്കുന്നു. നിരാശയായിരുന്നു ഫലം. മകനെ വീട്ടിലേക്ക് ബസ് കയറാൻ വിട്ട് മാർക്കറ്റിലെ മറ്റൊരു സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് റിച്ചി. മിന്നൽ വേഗത്തിൽ സൈക്കിൾ എടുത്ത് ഓടിച്ചു പോകാൻ ശ്രമിച്ചിട്ടും കളവിൽ വിദഗ്ധനല്ലാത്ത അയാളെ തെരുവിലെ ജനക്കൂട്ടം ഓടിച്ചിട്ട് പിടിക്കുന്നു. ആൾക്കൂട്ടത്താൽ അപമാനിക്കപ്പെടുന്ന റിച്ചിയുടെ അടുത്തേക്ക് ബസ് കാത്തു നിൽക്കുന്ന മകൻ എത്തുന്നു. മകൻ്റെ കരച്ചിലും റിച്ചിയുടെ നിസ്സഹായതയും കണക്കിലെടുത്ത് സൈക്കിൾ ഉടമ അവരെ പോലീസിൽ ഏൽപ്പിക്കാതെ വെറുതെ വിടുന്നു. ആൾക്കൂട്ടത്തിൻ്റെ പരിഹാസത്തിനിടയിൽ നിസ്സഹായരായി നടന്നു നീങ്ങുന്ന റിച്ചിയെയും മകനെയും കാണിച്ചുകൊണ്ട് ഈ സിനിമ അവസാനിക്കുന്നു. ദാരിദ്ര്യത്തിൻ്റെ കൊടിയ വേദനയും ദൗർഭാഗ്യത്തിൻ്റെ പ്രഹരവും ഒക്കെ കാണിക്കുമ്പോഴും പ്രത്യാശയും നർമ്മബോധവും ഒക്കെ കൈവടിയാൻ സംവിധായകൻ തയ്യാറാവുന്നില്ല. പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. 1 റിച്ചിയാണ്, 2 റിച്ചിയുടെ ഭാര്യയാണ്, അടുത്ത റിച്ചിയുടെ മകൻ ബ്രൂണോയാണ്. എന്നിവരാണ് ആ 3 പേർ. സൈക്കിൾ കളവ് പോയതിനാൽ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ജോലി നഷ്ടമായ കുടുംബനാഥനായ റിച്ചിയുടെ ദയനീയതയോടെയുള്ള പരക്കം പാച്ചിൽ, റിച്ചിയുടെ ഭാര്യയായ മരിയ കാണിക്കുന്ന ജീവിത പ്രതീക്ഷ, ആപത്തിൽ റിച്ചിയുടെ മകൻ ബ്രൂണോ കാണിക്കുന്ന സമചിത്തതയോടെയുള്ള പെരുമാറ്റം എന്നിവ സിനിമയുടെ ഗതിയെ തന്നെ എന്ത് ചെയ്യുന്നു, നിർണ്ണയിക്കുന്നു. സൈക്കിൾ മോഷ്ടിച്ച കള്ളനും റിച്ചിയെ ആപത്ഘട്ടത്തിൽ സഹായിക്കാത്ത ആൾക്കൂട്ടവും പോലീസും സിനിമയിലെ മറ്റ് സാന്നിധ്യങ്ങളാണ്. സൈക്കിൾ ഒരു വാഹനം എന്നതിലുപരി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ദരിദ്രനും നിസ്സഹായനുമായ ഒരാളോട് ആൾക്കൂട്ടം എങ്ങനെ പെരുമാറുന്നു എന്നത് ഈ ചിത്രം വിശദമാക്കുന്നു.
ഒരു സൈക്കിൾ മോഷണത്തിൽ നിന്ന് തുടങ്ങി മറ്റൊരു സൈക്കിൾ മോഷണത്തിൽ അവസാനിക്കുന്ന ഈ സിനിമ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, നിഷേധിക്കുന്നില്ല. ഈ സിനിമയുടെ ചരിത്രപരമായ പ്രസക്തിയാണ് ചലച്ചിത്ര നിരൂപകനായ വിജയകൃഷ്ണൻ തൻ്റെ ലേഖനത്തിലൂടെ അന്വേഷിക്കുന്നത്. സിനിമ എന്ന കലാമാധ്യമത്തിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ നിയോ റിയലിസത്തിൻ്റെ സാന്നിധ്യം ശക്തമായി ആവിഷ്കരിച്ച് 1948 നിർമ്മിക്കപ്പെട്ട ബൈസിക്കിൾ തീവ്സ് എന്ന ചലച്ചിത്രത്തിന് ലോക സിനിമകളുടെ ഇടയിൽ എക്കാലത്തും ഉന്നതമായ സ്ഥാനമുണ്ടെന്ന് വിജയകൃഷ്ണൻ കണ്ടെത്തുന്നു. പാഠസംഗ്രഹം കിട്ടി. ഇനി ചോദ്യോത്തരത്തിലേക്ക് വരാം. സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ ബ്രൂണോ എന്ന കഥാപാത്രത്തിന് നായക കഥാപാത്രമായ റിച്ചിക്ക് തുല്യമായ പ്രാധാന്യമുണ്ട്. കഥാപാത്രം വിശകലനം ചെയ്ത് സമർത്ഥിക്കുക. 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നാടകീയത ഒട്ടുമില്ലാതെ സാധാരണ ജീവിത സംഭവങ്ങൾക്ക് പ്രാധാന്യം നൽകി ചിത്രീകരിച്ച സിനിമയാണ് സൈക്കിൾ മോഷ്ടാക്കൾ. ഈ സിനിമയിൽ ബ്രൂണോ എന്ന കുട്ടിക്ക് അന്റോണിയോ റിച്ചി എന്ന പ്രധാന കഥാപാത്രത്തിന് തുല്യം സ്ഥാനമുണ്ട്. അച്ഛനൊപ്പം സൈക്കിൾ തേടി അലയുന്ന ആ കുഞ്ഞുമുഖം ചിത്രം അവസാനിക്കുമ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കും. അവൻ ഊർജ്ജസ്വലനാണ്. മുതിർന്നവരെക്കാൾ പക്വതയും ഉത്തരവാദിത്വ ബോധവും പ്രകടിപ്പിക്കുന്നുണ്ട്. മോഷ്ടിക്കപ്പെട്ട സൈക്കിളിൻ്റെ വക്കും മൂലയും വരെ അവന് ഏറെ പരിചിതമാണ്. അതാണ് സൈക്കിൾ തിരയാൻ അവനെയും കൂട്ടിയത്. സൈക്കിൾ നഷ്ടമുണ്ടാക്കിയ ദുഃഖത്തിൽ റിച്ചി പലപ്പോഴും കൊച്ചു ബ്രൂണോയുടെ സങ്കടങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. എങ്കിലും അവൻ കൊച്ചു കാലടികൾ കൊണ്ട് അച്ഛനെ വിടാതെ പിന്തുടരുന്നുണ്ട്. അവസരോചിതമായി പല സന്ദർഭങ്ങളിൽ ഇടപെടുന്നുണ്ട്. മോഷ്ടാവിനെ റിച്ചി പിടിക്കുന്ന അവസരത്തിൽ പോലീസിനെ വിളിച്ചു കൊണ്ടുവരുന്നത് ബ്രൂണോയാണ്. റിച്ചി സൈക്കിൾ മോഷ്ടിച്ച് പിടിയിലാകുമ്പോഴും ബ്രൂണോയുടെ നിലവിളിയിലാണ് രക്ഷപ്പെടുത്തുന്നത്. തൻ്റെ ഏറ്റവും വലിയ സ്വത്തായ മകൻ്റെ കൈകോർത്ത് പിടിച്ച് നടന്നു പോകുന്ന അന്ത്യരംഗം മികച്ച കാഴ്ചാനുഭവം തന്നെ. ഈ ചിത്രത്തിൽ റിച്ചിക്കൊപ്പം തലപ്പൊക്കമുള്ള കഥാപാത്രമാണ് കൊച്ചു ബ്രൂണോയും. നോക്കുക, ആൾക്കൂട്ടം സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. ഈ പ്രസ്താവന ശരിയാണോ? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. 6 മാർക്കിൻ്റെ അടുത്ത ചോദ്യം. ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആവിഷ്കാരം ദൃശ്യമാകുന്ന ചലച്ചിത്രമാണ് സൈക്കിൾ മോഷ്ടാക്കൾ. അതിലെ പ്രധാന കഥാപാത്രമാണ് അന്റോണിയോ റിച്ചി. റിച്ചി എന്ന വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല ചലച്ചിത്രം പകർന്നു നൽകുന്നത്. ചിത്രം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ നാം കാണുന്ന ആൾക്കൂട്ടം ഇതിലെ പ്രധാന കഥാപാത്രമാണ്. ആൾക്കൂട്ടത്തിന് പലതരം റോളുകളുണ്ട്. അക്കൂട്ടത്തിൽ നന്മയുള്ളവരുണ്ട്, സഹായ മനസ്ഥിതിയുള്ളവരുണ്ട്, മറ്റൊരുത്തൻ്റെ മുതൽ കട്ടെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പോകുന്നു ഇവരുടെ പ്രകടനങ്ങൾ. കഥാനായകനായ റിച്ചിയുടെ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ആൾക്കൂട്ടത്തിനും. ജോലിക്കായി ആകുലരായി നിൽക്കുന്നവർ, അവിടെ ഒരു ആൾക്കൂട്ടം കാണാം. ഷീറ്റുകൾ പണയം വെക്കാൻ എത്തുന്നവർ, പ്രശ്നപരിഹാരത്തിന് കൈനോട്ടക്കാരിയെ കാണാൻ എത്തുന്നവർ, തൊഴിലില്ലായ്മയെക്കുറിച്ച് പ്രഭാഷണം കേൾക്കുന്നവർ, ഇങ്ങനെ ആൾക്കൂട്ടത്തെ എവിടെയും കാണാം. കുടിവെള്ളത്തിന് വരി നിൽക്കുകയും കലഹിക്കുകയും ചെയ്യുന്ന ആൾക്കൂട്ടവും ചിത്രത്തിലുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനായി കുലീന സ്ത്രീകളുടെ പൊങ്ങച്ചം സഹിക്കേണ്ടി വരുന്നുണ്ട്. 2ാം ലോക യുദ്ധാനന്തര അവസ്ഥയുടെ ഇരകളാണ് ഇവരെല്ലാം. എല്ലാം റിച്ചിമാർ തന്നെ. സിനിമയെ ചലനാത്മകവും സജീവവുമായി നിലനിർത്തുന്നതിൽ ആൾക്കൂട്ടത്തിന് മുഖ്യ സ്ഥാനമുണ്ട്. ഓക്കെ മക്കളെ, സെറ്റാണല്ലോ. നന്നായിട്ട് എന്ത് ചെയ്തേക്കുക, പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, താങ്ക് യു.